ഹലോ നമസ്കാരം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന ഏരിയയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന മാനേജറിയൽ എക്കണോമിക്സിലെ ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ മീനിങ്, ടൈപ്സ്, കണ്ടീഷൻസ്, ഡിഗ്രീസ്, അതേപോലെ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ഏരിയയിലെ ഗ്രാഫുകൾ, ഇക്വിലിബ്രിയം അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇത്രയുമാണ് നമ്മൾ ചർച്ച ചെയ്യുക. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്, അല്ലേ? പക്ഷേ മൊണോപ്പൊളിയിൽ വില നിശ്ചയിക്കുന്നത് അവിടെ ഒരു സിംഗിൾ സെല്ലർ മാത്രമായതുകൊണ്ട് അവിടെ മൊണോപ്പൊളിസ്റ്റ് തന്നെയാണ് വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ ചെയ്യണം ഒരു ഉൽപ്പന്നം എന്ന് തീരുമാനിക്കാൻ ഒരു മൊണോപ്പൊളിസ്റ്റിന് മൊണോപ്പൊളി മാർക്കറ്റിൽ സാധിക്കുന്നു. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കുന്നതും മൊണോപ്പൊളി മാർക്കറ്റിലാണ്, മൊണോപ്പൊളിസ്റ്റിനാണ് സാധിക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഒരുപാട് സെല്ലേഴ്സും ബയേഴ്സും ഉണ്ടാവും. അവിടെ വില നിശ്ചയിക്കുന്നത് സെല്ലേഴ്സ് അല്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കില്ല. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കുക എവിടെയാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് മൊണോപ്പൊളി മാർക്കറ്റിലാണ്, ഒരു മൊണോപ്പൊളിസ്റ്റിനാണ് സാധിക്കുക. അപ്പോൾ മൊണോപ്പൊളി പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യും? ഡിഫറൻറ്റ് ആളുകളിൽ നിന്ന്, ഡിഫറൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് ഒരേ ഉൽപ്പന്നത്തിന് തന്നെ വ്യത്യസ്ത വില ഈടാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ശരിക്കും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ ആക്ട് ഓഫ് സെല്ലിംഗ് ദ സെയിം പ്രോഡക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് ബയേഴ്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ് ഓഫ് ടൈം. ഒരേ കാലഘട്ടത്തിൽ തന്നെ ഡിഫറെൻറ്റ് ബയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വില ഈടാക്കുക, വ്യത്യസ്ത വില ഈടാക്കുക. അത് ഒരേ ഉൽപ്പന്നത്തിന് തന്നെ ഈടാക്കുമ്പോൾ അതിനെ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കിയിട്ട് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ ഒരു മൊണോപ്പൊളിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, മാക്സിമൈസ് ചെയ്യാണ് അവരുടെ പ്രോഫിറ്റ് പരമാവധി ആ ഒരു മാർക്കറ്റിൽ നിന്ന് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അവർ ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ചില ടൈപ്സുകൾ നമുക്ക് പറയാം. അതായത് 6 ടൈപ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്ക്രിമിനേഷൻ്റെ ടൈപ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് വ്യക്തിപരമായിട്ട് പേഴ്സണൽ ഡിസ്ക്രിമിനേഷനാണ്. പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വ്യക്തികളിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസസ് ഈടാക്കുക ഒരേ ഉൽപ്പന്നത്തിന് തന്നെ. അപ്പോൾ ഒരേ ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരേ സർവീസോ ആവാം. ഉദാഹരണത്തിന് ഒരു ഡോക്ടറോ ഒരു ലോയറോ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന്, ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വ്യത്യസ്ത ഫീസ് ഈടാക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ പാവപ്പെട്ട ഒരു രോഗിയാണ് വന്നതെങ്കിൽ ഡോക്ടർ അവരുടെ അടുത്ത് നിന്ന് കുറഞ്ഞ ഫീസ് ഈടാക്കുകയും അല്പം പണമുള്ള ആളാണ് വന്നതെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ പണം ഈടാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള പേഴ്സണൽ ഡിസ്ക്രിമിനേഷനാണ്. വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നത്, അല്ലേ, പേഴ്സണൽ ഡിസ്ക്രിമിനേഷനാണ്. ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആവാം അങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. ലോക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു പ്ലേസ് ആണെന്ന് മനസ്സിലാവും. അതായത് ഒരു മാർക്കറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്തും മറ്റൊരു മാർക്കറ്റ് വേറൊരു സ്ഥലത്തുമായിരിക്കാം. അപ്പോൾ ഈ 2 സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മാർക്കറ്റിൽ ഒരു വിലയും മറ്റേ മാർക്കറ്റിൽ വേറൊരു വിലയും ഒരേ ഉൽപ്പന്നത്തിന് തന്നെ ഈടാക്കുക. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് പറയാം, ഡംപിങ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അതിന്, ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. ഡംപിങ് എന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഡംപിങ് എന്ന് പറഞ്ഞാൽ ഒരു മൊണോപ്പൊളിസ്റ്റ് അവരുടെ ഉൽപ്പന്നം ഒരു രാജ്യത്ത് ഒരു വിലയ്ക്കും വേറൊരു രാജ്യത്ത് വേറൊരു വിലയ്ക്കും വിൽക്കുന്നതിനെയാണ് ഡംപിങ് എന്ന് പറയാം. അതായത് എങ്ങനെയാണ് ആ വില എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോവർ പ്രൈസ് ഇൻ ഫോറിൻ മാർക്കറ്റിൽ, വിദേശ മാർക്കറ്റിൽ കുറഞ്ഞ വിലയും, ഹയർ പ്രൈസ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ വിലയ്ക്കും വിൽക്കും. ഇപ്പോൾ ഇന്ത്യയുടെ കേസാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ വിലയും വിദേശ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്കും ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ ഡിസ്ക്രിമിനേഷനാണ് യൂസിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക പ്രൈസ്. അപ്പോൾ ഇതിനെ തന്നെയാണ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നും പറയുന്നത്.
അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് യൂസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുക ഒരു മൊണോപ്പൊളിസ്റ്റ്. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെയല്ല ശരിക്കും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരുടെ അടുത്തൊന്നും ഒരേ പ്രൈസാണോ ഈടാക്കുന്നത്? അല്ല, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പ്രൈസാണ് ഈടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാർഹിക ആവശ്യം, വീട്ടാവശ്യത്തിന് നൽകുന്ന വൈദ്യുതിക്ക് ഒരു വിലയും ഇൻഡസ്ട്രിയൽ യൂസിന് നൽകുന്നത് മറ്റൊരു വിലയുമാണ്. അപ്പോൾ ഈടാക്കുന്നത് മറ്റൊരു വിലയുമാണ്. അപ്പോൾ ഈ തരത്തിൽ ഏത് പർപ്പസിനാണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വില ഈടാക്കുന്നതിനെയാണ് യൂസ് ഡിസ്ക്രിമിനേഷൻ എന്നും അതേപോലെ ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നും പറയുന്നത്. നാലാമത്തത് ടൈം ഡിസ്ക്രിമിനേഷനാണ്. പേരിൽ പറയുന്ന പോലെ തന്നെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് സെയിം കമ്മോഡിറ്റി ഡിഫറെൻറ്റ് പ്രൈസസ് സമയം നോക്കിയിട്ട് ഈടാക്കുന്നു. ഉദാഹരണം, ഒരു ടെലിഫോൺ, അതായത് മുൻകാലങ്ങളിലൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബി എസ് എൻ എൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ഫ്രീ കോൾ നൽകുന്ന ഒരു ഓഫർ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 9 മണി മുതൽ രാത്രി സമയങ്ങളിൽ രാവിലെ 6 മണി വരെയുള്ള സമയം ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിലോ കോളുകൾ ചെയ്യാം എന്നുള്ളൊരു രീതി. അപ്പോൾ അവിടെ എന്താ മെച്ചം? ആ ഒരു സമയത്ത് രാത്രി സമയത്ത് കുറഞ്ഞ റേറ്റും പകൽ സമയത്ത് കൂടിയ റേറ്റും. അപ്പോൾ ഇത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഏജ് ഡിസ്ക്രിമിനേഷൻ, വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്കറിയാം, ബസ്സിലൊക്കെ കയറിയാലോ അല്ലെങ്കിൽ റെയിൽവേയിലാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് വേറെ റേറ്റും അഡൽട്സിന് വേറെ റേറ്റ്സും ഈടാക്കാറുണ്ട്. അല്ലെങ്കിൽ തീരെ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് ഏജ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ ടൂറിസം മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു റേറ്റും അതേപോലെ അഡൽട്സിന് വേറെ റേറ്റും ഫോറിനേഴ്സിന് വേറെ റേറ്റും ഏജിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏജ് തന്നെ നോക്കണം. കുട്ടികൾക്കും അഡൽട്സിനും വേറെ റേറ്റ്, ഈ രൂപത്തിലൊക്കെ നമുക്ക് കാണാം. അത് ഏജ് ഡിസ്ക്രിമിനേഷനാണ്. മറ്റൊന്ന് സൈസ് ഡിസ്ക്രിമിനേഷനാണ്. വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്ത വില. ഉദാഹരണത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു വിലയും, അതായത് വില കുറവും, അതേസമയം അവിടെ നിന്ന് തന്നെ 1-2 ഉൽപ്പന്നം മാത്രം വാങ്ങുകയാണെങ്കിൽ റീറ്റെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ കൂടുതൽ വിലയും ഈടാക്കാറുണ്ട്. ഇത് സൈസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് 6 പോയിൻറ്റ്സുകൾ. ദെൻ കണ്ടീഷൻസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇനി പറയുന്നത്. കണ്ടീഷൻസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെല്ലാം കണ്ടീഷൻസ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കേസിലും ഒരു മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കുന്ന കണ്ടീഷൻസുകളാണ് താഴെ പറയുന്നത്. ഒന്ന്, ദർ മസ്റ്റ് ബി എക്സിസ്റ്റ് 2 or more മാർക്കറ്റ്സ്. 2 അതിലധികമോ മാർക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഈ 2 മാർക്കറ്റ്സുകളും സെപ്പറേറ്റഡ് ആയിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു മാർക്കറ്റിൽ ഒരു വിലയും വേറൊരു മാർക്കറ്റിൽ വേറൊരു വിലയും ചാർജ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കണം എന്നത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓരോ മാർക്കറ്റിലും 2 മാർക്കറ്റായി നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, 2 അതിലധികമോ മാർക്കറ്റായി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാർക്കറ്റിലെയും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെ പറയുന്നത് എന്താ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വിലയിൽ മാറ്റം വരുത്തിയാൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് പ്രതികരിക്കുന്നത് അടിസ്ഥാനത്തിൽ, അതായത് അതിനാണല്ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. പ്രൈസിൽ ചേഞ്ചസ് വരുത്തിയാൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയെന്നാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ തരംതിരിക്കുന്നു. അപ്പോൾ 1 മാർക്കറ്റ് ലെസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ, ദിസ് മീൻസ് ഇഫ് ദ 1 മാർക്കറ്റ് ഈസ് ലെസ് ഇലാസ്റ്റിക് ദ അതർ ഷുഡ് ബി മോർ ഇലാസ്റ്റിക്. ഒരു മാർക്കറ്റ് ലെസ് ഇലാസ്റ്റിക്കും മറ്റത് മോർ ഇലാസ്റ്റിക്കും ആയിരിക്കണം. അല്ലാതെ ഒരേപോലെ ആയിരിക്കരുത്. ഒരേപോലെ ആയാൽ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഇഫ് ദ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ആർ സെയിം, അതാണ് ഇവിടെ പറഞ്ഞത്. ഒരേപോലെ ആണെങ്കിലോ ഇലാസ്റ്റിസിറ്റി, ദ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവുകയില്ല. കാരണം ഹൈ പ്രൈസ്ഡ് മാർക്കറ്റിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാതെ ലോ പ്രൈസിന് കിട്ടുന്ന മാർക്കറ്റിൽ പോയിട്ട് ആളുകൾ വാങ്ങും. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
മാത്രമല്ല ഇലാസ്റ്റിസിറ്റി എന്നത് സെയിം ആയി കഴിഞ്ഞാൽ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തത് ദർ മസ്റ്റ് ബി എഫക്റ്റീവ് സെപ്പറേഷൻ ഓഫ് സബ് മാർക്കറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് ഗ്രാഫ് വരച്ച് പഠിക്കാനുണ്ട് ഈ ഏരിയ, അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. എഫക്റ്റീവ് സെപ്പറേഷൻ ഓഫ് സബ് മാർക്കറ്റ്സ് ഉണ്ടായിരിക്കണം എന്നതാണ്. അതായത് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ ഒരു മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ വിൽക്കാനുള്ള അവരുടെ ടോട്ടൽ മാർക്കറ്റ്, ഈ ടോട്ടൽ മാർക്കറ്റിനെ 2 സബ് മാർക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏതെങ്കിലും ഒരു ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നിടത്ത് എഫക്റ്റീവായിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടായിരിക്കണം ഈ 2 സബ് മാർക്കറ്റ്സും തമ്മിൽ എന്നാണ്. രണ്ടും ഒരുമിച്ചായി പോകരുത് എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിൽ ഹൈ പ്രൈസും മറ്റേതിൽ ലോ പ്രൈസും നമ്മൾ ഈടാക്കുമല്ലോ 2 മാർക്കറ്റിൽ. അപ്പോൾ ഹൈ പ്രൈസ് ഈടാക്കുന്നിടത്തുള്ള ആളുകൾ ലോ പ്രൈസ് ഈടാക്കുന്നിടത്ത് നിന്ന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ലോ പ്രൈസിന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഹൈ പ്രൈസുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിറ്റ് കളയും, റീസെല്ല് ചെയ്ത് കളയും. അപ്പോൾ റീസെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവായിട്ട് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധിക്കില്ല എന്നതാണ്. ദെൻ നാലാമത്തത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്നതാണ്. എപ്പോഴും കോസ്റ്റിനേക്കാളും കൂടുതൽ റവന്യൂ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം ഈ 4 കണ്ടീഷൻസുകൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഗ്രാഫ് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവും. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് അടുത്തത്. ഈ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷനെ പിഗു എന്ന് പറഞ്ഞ വ്യക്തി, പ്രൊഫസർ പിഗു, അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതാണ് 3 ഈ 3 അദ്ദേഹം തരംതിരിച്ചതിനെയാണ് ഈ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 6 ടൈപ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രൂപം തന്നെ ഇദ്ദേഹം 3 തരംതിരിച്ചു. അപ്പോൾ അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഡിഫറെൻറ്റ് വ്യക്തികളിൽ നിന്നും ഡിഫറെൻറ്റ് വില ഈടാക്കുന്നതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷനും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നേരത്തെ ടൈപ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. അത് തന്നെയാണ് ഇത്. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വക്കീലോ ഫീസ് ഈടാക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സെയിം പേഷ്യൻ്റെ അടുത്ത് നിന്ന് വ്യത്യസ്ത ഫീസ് ഈടാക്കുന്ന കേസ്. അപ്പോൾ അങ്ങനെ വ്യക്തികളിൽ നിന്ന് വാങ്ങുന്നതിനെ പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഫസ്റ്റ് ഡിഗ്രിയാണ് ഇവിടെ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തതിൽ ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് വരും. ഇനി രണ്ടാമത്തത് സെക്കൻഡ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രിയിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയുള്ളതാണ് അതിൽ വരിക? ഒരു മൊണോപ്പൊളിസ്റ്റ് ഡിവൈഡ്സ് ബയേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസസ്. ബയേഴ്സിനെ ഒരു മൊണോപ്പൊളിസ്റ്റ് ഡിഫറെൻറ്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പേയിങ് കപ്പാസിറ്റി. അവരുടെ പേയിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൂടുതൽ പേയിങ് കപ്പാസിറ്റി ഉള്ള ആളുകളുടെ അടുത്തുനിന്ന് കൂടുതൽ പൈസ വാങ്ങുകയും കുറഞ്ഞ പേയിങ് കപ്പാസിറ്റി ഉള്ള ആളുകളുടെ അടുത്തുനിന്ന് കുറഞ്ഞ പ്രൈസ് ഈടാക്കുകയും ചെയ്യുന്ന രീതി. ഇങ്ങനെ ചെയ്യുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് റെയിൽവേ പറയാൻ പറ്റും. റെയിൽവേയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഹൈ പ്രൈസ്, കൂടുതൽ പേയിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് ഹൈ പ്രൈസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാർജ് ചെയ്യുന്ന രൂപത്തിൽ കമ്പാർട്ട്മെൻറ്റ്സും യാത്രയും ഒക്കെ ഒരുക്കാറുണ്ട്. അതേപോലെ കുറഞ്ഞ പേയിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് അതിനനുസരിച്ചുമായിട്ടുള്ള ടിക്കറ്റ്സ്. ദെൻ മൂന്നാമത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ തേർഡ് ഡിഗ്രിയാണ്. ഇവിടെ മൊണോപ്പൊളിസ്റ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ 2 or more ക്ലാസസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ടോ ഡിവൈഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ക്ലാസസ് ആക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കുന്നത്. ഇങ്ങനെ ഗ്രൂപ്പാക്കുകയും ക്ലാസ്സുകളാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസസ് ഈടാക്കുന്നു. ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസസ് ഈടാക്കുന്നു. ഇത് കോമൺ ആയിട്ടുള്ള ടൈപ്പ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷനാണ് ആര് നടത്തിയത്? പ്രൊഫസർ പിഗു നടത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെയാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അടുത്തത്, വെൻ ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഒന്നും മൊണോപ്പൊളിസ്റ്റിന് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും മൊണോപ്പൊളിസ്റ്റിന് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ സാധിക്കില്ല. അത് പോസിബിൾ ആവുന്നത് താഴെ പറയുന്ന കേസുകളിൽ മാത്രമാണ്. അപ്പോൾ ഒന്നാമത്തേത് ഡയറക്റ്റ് സർവീസസ് നടക്കുന്ന കേസിൽ, അതായത്
പ്രൊഡക്റ്റും അതേപോലെ സർവീസസുകളും ഡയറക്റ്റായിട്ട് വ്യക്തികൾക്ക് നൽകുമ്പോൾ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സും ലോയേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും ഒക്കെ നൽകുന്നത് അങ്ങനെയാണ്. നേരിട്ടാണ് അവരുടെ സർവീസ് നൽകുന്നത്. നേരിട്ട് സർവീസ് നൽകുമ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. വേണമെന്ന് വെച്ചാൽ അത് പോസിബിളാണ്. രണ്ടാമത്തത്, പേഴ്സണൽ പ്രിഫറൻസസും പ്രജുഡൈസും ഉണ്ടെങ്കിൽ, അതായത് മുൻവിധിയും അതേപോലെ വ്യക്തിപരമായ താല്പര്യങ്ങളും മുൻഗണനകളും ഉണ്ടെങ്കിൽ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ചില ആളുകൾക്ക് ചില ബ്രാൻഡുകൾ ഉപയോഗിക്കണം എന്നൊരു പ്രത്യേകം മുൻഗണനയുണ്ടാവും. അങ്ങനെയുള്ളവർ എത്ര വില വേണമെങ്കിലും നൽകാൻ തയ്യാറുമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ബ്രാൻഡ് വിൽക്കുന്ന ഇപ്പോൾ മൊണോപ്പൊളിസ്റ്റ് ആണെങ്കിൽ ആ മൊണോപ്പൊളിസ്റ്റിന് ഹൈ പ്രൈസ് ഈടാക്കാൻ സാധിക്കും അവരുടെ അടുത്ത് നിന്ന്. അതേപോലെ നോ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ മാർക്കറ്റ്സ്. ഒരു മാർക്കറ്റ്സിൽ നിന്നും വേറൊരു മാർക്കറ്റ്സിലേക്ക് ഉൽപ്പന്നങ്ങളോ സർവീസുകളോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അവിടെയും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാണ്. അപ്പോൾ സാധിക്കുമെങ്കിലോ, മാർക്കറ്റ്സുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധ്യമല്ല. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരെ. അപ്പോൾ 2 വില ഈടാക്കാൻ കഴിയില്ല. ഈ സാധിക്കാത്ത കേസിൽ 2 വില 2 മാർക്കറ്റിലും 2 വില ഈടാക്കാൻ സാധിക്കും. ലീഗൽ സാങ്ഷൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഉദാഹരണത്തിന് KCB ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു മൊണോപ്പൊളി ആയിട്ട് ലീഗലായിട്ട് ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ നിയമപരമായിട്ട് തന്നെ അവർക്ക് വ്യത്യസ്ത വില വ്യത്യസ്ത വ്യക്തികളിൽ നിന്നും ഈടാക്കാൻ സാധിക്കുന്നു. റെയിൽവേ ആയിക്കോട്ടെ, KCB ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കേസിലും മൊണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. ദെൻ ഇഗ്നറൻസ് ഓഫ് ബയേഴ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിലും സാധിക്കും. ഇഗ്നറൻസ് ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അല്ലേ. അപ്പോൾ അറിവില്ലായ്മ, പ്രൈസിനെ കുറിച്ച് ധാരണയില്ല, അവർ അത്ര തന്നെ ചിന്തിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഒരു മൊണോപ്പൊളിസ്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസസ് ഡിഫറെൻറ്റ് വ്യക്തികളിൽ നിന്നും ചാർജ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. മറ്റൊന്ന് ലൊക്കാലിറ്റിയാണ്. ലൊക്കാലിറ്റി എന്ന് പറയുമ്പം ഒരു വ്യത്യസ്ത സ്ഥലത്തിനനുസരിച്ച്, ഇപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ഒരു വിലയും പട്ടണങ്ങളിൽ മറ്റൊരു വിലയും ചാർജ് ചെയ്യുന്നത് പോലെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ പോസിബിളാണ്. അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. അതായത് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റിയിൽ ഡിഫറെൻറ്റ് വില ഈടാക്കുക. ദെൻ നാച്ചർ ഓഫ് കമ്മോഡിറ്റിക്ക് അനുസരിച്ച്, അതായത് കമ്മോഡിറ്റി പലതരം ഉൽപ്പന്നങ്ങളുണ്ട്. ഡ്യൂറബിൾ ആയിട്ടുള്ളത്, അതേപോലെ കൺസ്യൂമർ ഗുഡ്സ്, കംഫേർട്സ് ആൻഡ് ലക്ഷറീസ് ഗുഡ്സ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്ത വില ഈടാക്കാം. ഉദാഹരണത്തിന് ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഹൈ പ്രൈസ് ഈടാക്കാൻ സാധിക്കും. കാരണം വില കൂട്ടിയാലും ആളുകൾ ലക്ഷറി ഗുഡ്സ് തന്നെ വാങ്ങുന്ന കേസ് ഉണ്ടെങ്കിൽ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാണ്, പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചെയ്യാം. എട്ടാമത്തത് ഇറേഷണൽ ഫീലിംഗ് ഓഫ് ബയേഴ്സ് ആണ്. ചില യുക്തിയില്ലാത്ത ഫീലിങ്സ് ഉള്ള ബയേഴ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, ഹൈ പ്രൈസ് ഈടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും, ലോ പ്രൈസ് ഈടാക്കുന്ന കൊമോഡിറ്റി അത്ര തന്നെ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാണ്. കാരണം വില കൂട്ടിയിട്ട് വിൽക്കാം, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് കരുതിയിട്ട് ഇറേഷണൽ ആയിട്ടുള്ള ബയേഴ്സ് അത് വാങ്ങും. അപ്പോൾ ഇത്രയും 8 പോയിൻറ്റ്സുകൾ പറഞ്ഞു. ഇത്രയും പോയിൻറ്റ്സുകളാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവുന്ന സാഹചര്യങ്ങൾ. ഇനി ഇക്വിലിബ്രിയം അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇത് ലളിതമാണ്. ഈ 3 ഗ്രാഫുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മൊണോപ്പൊളി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ നിന്നും അവർ ചാർജ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് അവർക്ക് നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ടോട്ടൽ മാർക്കറ്റിനെ അവർ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യത്യസ്ത വില ഈടാക്കാൻ വേണ്ടിയിട്ട് ആ മാർക്കറ്റിനെ 2 മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. മാർക്കറ്റ് എ എന്നും മാർക്കറ്റ് ബി എന്നും. അതായത് മാർക്കറ്റ് എ എങ്ങനെയുള്ളവരാണ്? അവിടെ ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റാണ്. ലെസ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വലിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും വലിയ രൂപത്തിൽ ഡിമാൻഡ് പ്രതികരിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വില കൂട്ടി വെക്കാൻ പറ്റും, വില കൂട്ടി മാക്സിമം ലാഭം എടുക്കാൻ പറ്റും അങ്ങനെയുള്ള മാർക്കറ്റിൽ. ഇനി ഡിമാൻഡിൽ മോർ ഇലാസ്റ്റിക് ആണെങ്കിലോ, ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആളുകൾ പ്രതികരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ്, ലെസ് ഇലാസ്റ്റിക് ആണ്, ഇൻഇലാസ്റ്റിക് ആണ്. പക്ഷേ മാർക്കറ്റ് ബിയിലേക്ക് വരുമ്പോൾ അത് മോർ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് എന്ന് പറയുന്നത് വിലയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, വില അധികം കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും, സോ ഡിമാൻഡ് പ്രതികരിക്കും. അപ്പോൾ കൂടുതൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഇലാസ്റ്റിക് മാർക്കറ്റിൽ പ്രൈസ് കുറച്ചേ നിശ്ചയിക്കൂ. ഓക്കെ, വില കുറച്ചേ നിശ്ചയിക്കൂ. എന്നാൽ ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്ത് ചെയ്യാം? വില കൂട്ടി നിശ്ചയിക്കാം, മാക്സിമം വില കൂട്ടി നിശ്ചയിക്കാം. സോ വില കൂട്ടി നിശ്ചയിക്കുന്നത് മാർക്കറ്റ് എയിലും വില കുറച്ച് വാങ്ങുന്നത് മാർക്കറ്റ് ബിയിലുമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും ചെയ്തത്? ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ ഗ്രാഫിനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ടോട്ടൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിലയും മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു വിലയുമാണ് വാങ്ങുന്നത്. ബിയിൽ നിന്ന് കുറഞ്ഞ വിലയും എയിൽ നിന്ന് കൂടിയ വിലയുമാണ് ഈടാക്കുന്നത്. ഇനി ഈ ഗ്രാഫ് ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. നോക്കുക. In order to maximize profits, the monopolist should produce that output at which MC curve cut MR curve in both market. നോക്കുക, ഇവിടെ ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് കാണിക്കുന്നു, ഇവിടെ പ്രൈസും റവന്യൂവും കാണിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു മാർജിനൽ റവന്യൂ വരച്ചിട്ടുണ്ട്, അതേപോലെ മാർജിനൽ കോസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. MC ഈസ് ഈക്വൽ ടു MR ആണ് എപ്പോഴും ഇക്വിലിബ്രിയം പോയിൻ്റ്. ഇനി നമ്മൾ ഓരോ ഗ്രാഫും ഒന്ന് നോക്കാം. ഇത് മാർക്കറ്റ് എയുടേതാണ്. മാർക്കറ്റ് എയിൽ MR കർവ് നോക്കുക. ഈ MR കർവിനെയാണ് MR1 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റ് എയിലെ MR കർവിനെ MR1. ഇവിടുത്തെ ഡിമാൻഡ് കർവ് നോക്കുക, D1. അതേപോലെ ആവറേജ് റവന്യൂ കർവ് തന്നെയാണ് അത് AR1 എന്നും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മൊണോപ്പൊളിയിൽ വരയ്ക്കാറുണ്ട്. ഇനി മാർക്കറ്റ് ബിയിലേക്ക് വരുമ്പോഴോ MR2 എന്ന മാർജിനൽ റവന്യൂ കർവും AR2 എന്ന അല്ലെങ്കിൽ ഡിമാൻഡ് 2 എന്ന് പറഞ്ഞ ഒരു കർവും നമ്മൾ വരച്ചു. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ മാർക്കറ്റിലേക്ക് വരയ്ക്കുന്നു എന്ന് മാത്രം. സോ ഈ മാർജിനൽ റവന്യൂവിൻ്റെ ഈ കർവും MR1ഉം MR2ഉം കൂടെ ചേർത്തിട്ട് ഇവിടേക്ക് വരയ്ക്കുമ്പോൾ നോക്കുക, സിഗ്മ MR എന്നാണ് അതിന് നമ്മൾ പേര് കൊടുക്കുന്നത്. എന്താണ് വ്യത്യാസം വരുന്നത്? ഒന്നാമത്തതിൽ ലെസ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ കുത്തനെയായിരിക്കും. ഇതിലെ ഗ്രാഫുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുത്തനെയാണ് ഇതിലെ ഗ്രാഫുകൾ കാണുന്നത് അല്ലേ? എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടെ വിട്ടിട്ടാണ് ഇവിടെ നൽകുന്നത്, ഇവിടുത്തെ ഗ്രാഫുകൾ കാണുന്നത്, കർവുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തതിൽ നിന്ന് ആദ്യത്തെ MR1ഉം MR2 ചേർത്തും കണ്ടാണ് ഇവിടെ വരയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ MR1 വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുത്തനെയായിട്ട് വരയ്ക്കുകയും പിന്നെ MR2ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വിട്ടിട്ട് ഈ രൂപത്തിൽ കുറച്ച് ഫ്ലാറ്റായിട്ട് ഇത് രണ്ടിനേക്കാളും കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വരയ്ക്കും. സോ ഇങ്ങനെയാണ് ഇവിടെ MR വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്. ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഇങ്ങനെ ഇവിടേക്ക് മുട്ടിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആകുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. MC ഈക്വൽ ടു സിഗ്മ MR എന്ന് നമ്മൾ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിലുള്ള ക്വാണ്ടിറ്റിയാണ് OQ ക്വാണ്ടിറ്റിയാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. OQ ക്വാണ്ടിറ്റിയാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഈ OQ എന്നത് എങ്ങനെയാണ് കിട്ടിയത്? OQ1ഉം അതേപോലെ ഇതിലെ മാർക്കറ്റ് ബിയിലെ OQ2ഉം കൂടെ ആഡ് ചെയ്താണ് OQ കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ മാർക്കറ്റ് എയിലെ പ്രോഫിറ്റ് ഈ ഒരു പോയിന്റിൽ കാണാം നമുക്ക്. മാർക്കറ്റ് എയിലെ പ്രോഫിറ്റ്, അതായത് P1E1 എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. അതേപോലെ ഇവിടെ P2E2 എന്ന് പറഞ്ഞ ഒരു ഏരിയയും നമുക്ക് കാണാം. അതേപോലെ ഇവിടെ A1 P1 E1 T1 എന്നൊരു ഏരിയയും കാണാം. അപ്പോൾ ഈ ഒരു സ്ക്വയറില്ലേ, ഇത്രയും ഭാഗം E1 P1 A1 T1 എന്ന ഏരിയയാണ് മാർക്കറ്റ് എയിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എയിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിമിലർലി എന്തായിരിക്കും ഇവിടെ A2 P2 E2 അതേപോലെ T2 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ പ്രോഫിറ്റാണ് ഈ പറയുന്ന P2 E2 അതേപോലെ P1 E1 എന്ന് പറയുന്ന ഏരിയ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ കാണിക്കുമ്പോൾ
ഇത്രയും പാർട്ട് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നു, ഷെയ്ഡ് ചെയ്ത ഏരിയ കംപ്ലീറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ MC മാർജിനൽ കോസ്റ്റിൻ്റെ ഈ കർവിൻ്റെ മുകളിലോട്ടുള്ള ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് അത് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അതായത് ഈ ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തുകൂടെ ഈക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ രണ്ട് ഗ്രാഫുകളെയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ആ ലൈനാണ് T1 മുതൽ അതേപോലെ T വരെയുള്ള ഈ സ്ഥലം. ഇങ്ങനെ വരയ്ക്കുക, അതായത് X ആക്സിസിന് സമാന്തരമായിട്ട് നേരെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള മാർജിനൽ റവന്യൂവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഈ മാർക്കറ്റ് ബിയിലെ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. സോ ഇക്വിലിബ്രിയം 2, E2 എന്നതിന് പേര് കൊടുക്കുക. ഇങ്ങനെ ഇതിൽ ടച്ച് ചെയ്യുന്ന മാർക്കറ്റ് എയിലെ മാർജിനൽ റവന്യൂവിൻ്റെ പോയിന്റ്, മാർജിനൽ റവന്യൂവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. അതിനെ E1 എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ മാർക്കറ്റിനെ ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാർക്കറ്റായി ഡിവൈഡ് ചെയ്യുന്നതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻ മാർക്കറ്റ് എ, ഒന്നാമത്തെ മാർക്കറ്റിൽ ദ ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണ്. ഹെൻസ് ദ പ്രൈസ് ഈസ് ഹയർ ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ലെസ്. അതുകൊണ്ട് തന്നെ അവിടെ വില കൂടുതൽ നിശ്ചയിക്കാം. ലെസ് ഇലാസ്റ്റിസിറ്റി ആയതുകൊണ്ട് കൂടുതൽ വില നിശ്ചയിക്കുന്നു. അതുകൊണ്ടാണ് T1 A1 എന്നത് ഹയർ പ്രൈസ് അവിടെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ സോൾഡ് ലെസ്, കുറച്ചേ വിൽക്കുന്നുള്ളൂ. ഇൻ മാർക്കറ്റ് ബി, രണ്ടാമത്തെ മാർക്കറ്റിലോ ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഡിമാൻഡ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ്, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട് അവിടെ. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ ദ പ്രൈസ് ഈസ് ലോവർ, അവിടെ വില കുറച്ചേ നിശ്ചയിക്കുള്ളൂ, നല്ല ഇലാസ്റ്റിക് ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ട്. ആൻഡ് ദ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ഹയർ, അതുകൊണ്ട് ക്വാണ്ടിറ്റി എന്നത് കൂടുതൽ വിൽക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഡിഫറെൻറ്റ് പ്രൈസസ് ആർ ചാർജ്ഡ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. അതുകൊണ്ട് തന്നെ രണ്ട് മാർക്കറ്റ്സിലും രണ്ട് വിലയാണ് നമ്മൾ ഈടാക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കൺക്ലൂഷൻ. സോ ഇങ്ങനെ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഇവിടെ ടോട്ടൽ മാർക്കറ്റിൽ വലിയ ലാഭം, ഹൈ പ്രോഫിറ്റ് ഈ മൊണോപ്പൊളി മാർക്കറ്റിൽ മൊണോപ്പൊളിസ്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിലൂടെ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ താങ്ക് യു വെരി മച്ച്.